യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ബാബേൽ പ്രവാസത്തിൽ നിന്ന് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തവർ പാടിയ പാട്ടിൻ്റെ വരികളിൽ ദൈവം അവരോട് പറഞ്ഞ ആലോചനയാണ് ഇന്ന് പകൽ നാം കേട്ടത്. അവർ പ്രവാസത്തിലേക്ക് പോകാനുള്ള കാരണം ജീവനുള്ള ദൈവത്തെ വിട്ട് അവർ വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു, ലോകസ്നേഹങ്ങളിലേക്ക്, മോഹങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ അവർക്കൊരു പ്രവാസമുണ്ടായി. എന്നാൽ ആ പ്രവാസത്തിൽ കിടന്ന്, കഷ്ടതയിൽ കിടന്ന്, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാനസാന്തരപ്പെട്ട് സമർപ്പണത്തോടെ ഞങ്ങൾ നിന്നെ വിട്ടു മാറുകയില്ല എന്ന തീരുമാനത്തോടെ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ പ്രവാസത്തിൽ നിന്നും ആലയത്തിലേക്ക് പടി കയറുന്നവർ കേട്ട ശബ്ദമാണിത്. അങ്ങനെ അവർക്കൊരു മാറ്റം വന്നപ്പോൾ, അവരുടെ മനസ്സിൽ മാറ്റങ്ങൾ വന്നപ്പോൾ, ചില തീരുമാനങ്ങൾ എടുത്ത് അവർ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക്, ആലയത്തിലേക്ക്, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം അവർക്ക് കൈമാറിയ ദൈവ ശബ്ദമാണ് ഇന്നു പകൽ നാം കേട്ടത്. നീ ഭയപ്പെടണ്ട, ഒരു ദോഷവും സംഭവിക്കില്ല. ഇന്നലകളിൽ നിന്നെ അടയ്ക്കുവാണ് ഇരുളിൻ്റെ ശക്തികൾക്ക് നിന്നെ തൊടാൻ കഴിയില്ല. നീ എന്നെ സേവിക്കാൻ തീരുമാനമെടുത്ത ഈ പകൽ, ഇന്നു മുതൽ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഞാൻ പരിപാലിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മാറ്റം ഇന്നു പകൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, ഈ ലോകത്തെ സ്നേഹിക്കാതെ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് വേർപെട്ട്, ചങ്കിലെ ചോര തന്ന നിന്നെ സ്നേഹിച്ച വീണ്ടെടുത്ത യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കുന്ന ഈ പകൽ, ഈ ശബ്ദം, ഈ ആലോചന നിങ്ങൾക്കുള്ളതാണ്. അതെ, നീ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ മനസ്സു വയ്ക്കുന്ന ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവ നിന്നെ ഒരു ദോഷവും തട്ടാതെ പരിപാലിക്കും, നിന്റെ പ്രാണനെ പരിപാലിക്കും. നീ ഭയപ്പെടണ്ട. ഇന്നലകളിൽ നിന്നെ അടക്കിയുമാണ് ശക്തികൾക്ക് നിന്നെ ഇനി പിടിച്ചെടുക്കാൻ കഴിയില്ല. ഞാൻ നിന്നെ പരിപാലിക്കും, ഞാൻ നിന്നെ സൂക്ഷിക്കും. നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇന്നു മുതൽ, ഇന്ന് നീ തീരുമാനമെടുക്കുന്ന ഈ പകൽ മുതൽ, ഇനി എനിക്ക് എൻ്റെ ദൈവം മതി എന്ന തീരുമാനമെടുക്കുന്ന ഈ പകൽ ദൈവം നിന്നെ പരിപാലിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.